ആദ്യമായിട്ടാ കാണിക്കാൻ വന്ന് കുഞ്ഞു ലൈറ്റ് ഇട്ടിട്ട് ഇവള് കണ്ടിട്ടില്ല. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ കൂട്ടുകാരി എല്ലാവർക്കും സുഖാന്ന് വിശ്വസിക്കുന്നത്. ഞങ്ങൾ സുഖമായിട്ടിരിക്കുന്നു. അപ്പൊ കൂട്ടുകാരൊക്കെ ക്രിസ്മസിന്റെ തിരക്കിലായിരിക്കും അല്ലെ. നമ്മളിവിടെ ഭയങ്കര കുട്ടി കുട്ടി സാധനങ്ങളൊക്കെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ കൂട്ടുകാരെ നിങ്ങൾ എല്ലാവരും വീട്ടിൽ സ്റ്റാറും അതുപോലെ ട്രീ അങ്ങനെ സാധനങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടാവും വിചാരിക്കണം. അപ്പൊ നമ്മുടെ കുഞ്ഞിപ്പെണ്ണാണെങ്കിൽ കുഞ്ഞിപ്പെണ്ണ് ആദ്യമായിട്ടാണ് ക്രിസ്മസ് ആഘോഷിക്കാൻ പോകുന്നത്. അതായത് സ്റ്റാറും ഈ ക്രിസ്മസ് ട്രീ അങ്ങനെ സാധനങ്ങളൊക്കെ കാണാൻ വേണ്ടി പോകുന്നത്. അപ്പൊ നമ്മുടെ കയ്യിൽ കുറച്ച് സാധനങ്ങൾ ഉണ്ടായിരുന്നു. ആ സാധനങ്ങൾ വെച്ചിട്ട് നമ്മളിപ്പോ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഒരു കുഞ്ഞി ട്രീയും അതുപോലെ തന്നെ ഒരു കുഞ്ഞി 2 സ്റ്റാർ നോക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ കുഞ്ഞിപ്പെണ്ണ് കണ്ടിട്ടില്ല. കുഞ്ഞിപ്പെണ്ണ് ആദ്യമായിട്ട് കാണാൻ വേണ്ടി പോകും. കുഞ്ഞിപ്പെണ്ണ് കാണുമ്പോൾ കംപ്ലീറ്റ് ആക്കിയിട്ടില്ല. നമ്മുടെ ആ ഇങ്ങനെ തൂക്കിയിടുന്ന ജസ്റ്റ് 2 മാലവളവ് വെച്ചിട്ടുള്ളൂ. അപ്പൊ കുഞ്ഞിപ്പെണ്ണ് ആദ്യമായിട്ട് കാണുമ്പോൾ കുഞ്ഞിപ്പെണ്ണിന്റെ എക്സ്പ്രഷൻ എങ്ങനെയായിരിക്കും നോക്കാട്ടോ. ആദ്യമായിട്ടാ കാണിക്കാൻ വന്ന് കുഞ്ഞിപ്പെണ്ണ് ലൈറ്റ് ഇട്ടിട്ട് ഇവള് കണ്ടിട്ടില്ല. അപ്പൊ കുഞ്ഞിപ്പെണ്ണ് ആ സ്റ്റിക്കറൊക്കെ നോക്കാട്ടോ. ആനക്കുട്ടന്റെ കരടിക്കുട്ടന്റെ ഒക്കെ ഫോട്ടോ. അപ്പൊ കുഞ്ഞിപ്പെണ്ണ് നമുക്ക് എങ്ങനെയായിരിക്കും കാണിച്ചു തരാം. പക്ഷെ കുഞ്ഞിപ്പെണ്ണ് എങ്ങനെയായിരിക്കും കാണുന്നത് നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. എക്സ്പ്രഷൻ. അപ്പൊ നമ്മൾ ഈ റൂമിനോട്ട് കണക്ഷൻ കൊടുത്തേക്കുന്നത് ഫസ്റ്റ് ലൈറ്റ് ഓൺ ആക്കാം. എന്നിട്ട് കുഞ്ഞിപ്പെണ്ണ് കാണിച്ചു കൊടുക്കാം. പോട്ടെ കണ്ടോ. ഇതൊക്കെ ഡൂഡിന്റെ കലാവിരുതാട്ടോ. ഭിത്തിക്കത് കണ്ടോ അരച്ചിട്ടേക്കുന്നത് സ്വിമ്മിംഗ് പൂൾ. പോട്ടെ കണ്ണുപൊത്തിക്കോ. ആദ്യം സ്റ്റാർ കാണിച്ചാലോ? അത് ആദ്യം സ്റ്റാർ കാണിക്കാം. സ്റ്റാർ നോക്കുന്നടാ കുഞ്ഞിപ്പെണ്ണേ എന്റെ പേര് കണ്ടോ. ഈ സ്റ്റാർ ആണ് കേട്ടോ. എന്റെ പേര് അടുത്തോണ്ട് കാണിച്ചു നോക്കിയേ. എന്റെ ലൈറ്റോ കോഴയെ കട്ടണുണ്ടല്ലോ. തൊട്ടു നോക്കണേ. വലിച്ചെടുക്കാൻ നോക്കുക കേട്ടോ. എന്റെ മുടി താടിയൊക്കെ പിടിച്ച് വലിക്കുന്ന പോലെ കുഞ്ഞിപ്പെണ്ണ് ലൈറ്റ് പിടിച്ചിട്ട് വലിക്കാൻ നോക്കുക. സ്റ്റാറാണപ്പാ. വാന്ന് വിളിക്കുക. കൊണ്ടുപോകുമ്പോ അവിടെയൊക്കെ തത്തയല്ലോ സ്റ്റാർ ആട്ടോ. സ്റ്റാർ കുഞ്ഞിപ്പെണ്ണേ സ്കൈ അമ്മേ ലൈറ്റ് വന്നിട്ട് 2 സ്റ്റാർ ഉണ്ട് കേട്ടോ. ഒന്ന് ഈ അറ്റത്തും ഒന്ന് ആ അറ്റത്തും. അതെ 2 സൈഡിൽ നമ്മൾ 2 സ്റ്റാർ നോക്കിയിട്ടുണ്ട്. കുഞ്ഞിപ്പെണ്ണ തന്നെ നോക്കി നടക്കാം കേട്ടോ. അപ്പുറത്തെ സ്റ്റാർ കാണിക്കും. എന്താ സ്ഥിതി നോക്കാം. എന്റെ അടുത്ത സ്റ്റാറോ മിഞ്ഞനുണ്ടല്ലോ. കുഞ്ഞിപ്പെണ്ണേ അയ്യോ എടുത്ത് ചാടാൻ നോക്കുക കേട്ടോ. മേലേക്ക് എടുത്ത് ചാടാൻ നോക്കുന്നയാ. അത് പിടിച്ച് വലിക്കാൻ വേണ്ടിട്ടേ. പിടിച്ച് വലിക്കാൻ വേണ്ടിട്ടാ കുഞ്ഞിപ്പെണ്ണിന്റെ. എന്റെ പാ അയ്യോടാ ആന്റെ എനിക്കറിയായിരുന്നു അപ്പഴേ ഈ ലൈറ്റിനോടൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കുന്നത്. എനിക്കും ഭയങ്കര ഇഷ്ടല്ലേ. അപ്പൊ ഇതിനടുത്ത് നമുക്ക് ട്രീ കാണിച്ചു കൊടുക്കാം. ചെറിയൊരു സെറ്റപ്പ് ചെയ്തതാട്ടോ. നമ്മുടെ കയ്യിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ടേക്കുന്ന കേട്ടോ. കണ്ടോ നമ്മളെ സ്റ്റെപ്പ് ഇറങ്ങി താഴേക്ക് ഇറങ്ങുമ്പോ കേട്ടോ ഇവിടെ നമ്മുടെ മാവുണ്ട്. അപ്പൊ മാവിലാണ് നമ്മൾ ട്രീ ആക്കിക്കുന്നത് കേട്ടോ. ഇത് നമ്മുടെ റൂമിലുണ്ടായിരുന്നേ, വർക്ക് ചെയ്യുന്ന റൂമിലുണ്ടായിരുന്ന ലൈറ്റ് ആട്ടോ. അതൊക്കെ വടത്ത് കെട്ടി തൂക്കി ഇട്ടിട്ടുണ്ട് കണ്ടോ. അവിടെ 2-3 മാല ബൾബും മിന്നുന്നുണ്ട്. അല്ല കുഞ്ഞിപ്പെണ്ണെന്താ ചെയ്യുന്നത് നോക്കി. കുഞ്ഞിപ്പെണ്ണെന്താ നോക്കുന്നത് നോക്കി. അതിന്റെ അടുത്ത് കൊണ്ടുപോകും മിന്നുന്നതിന്റെ. എടുത്തോണ്ടോ. ഇവിടെ ചെടി ഉണ്ടേ നോക്കണേ. ഇത് പേടിയാന്ന് തോന്നുന്നു. കെട്ടല്ലോ. കെട്ടുപോയില്ലേ. തെളിഞ്ഞു. കുഞ്ഞിപ്പെണ്ണേ വണ്ടി പോകുന്നു. ആ സ്റ്റാർ കാണിച്ചു കൊടുക്കാം. നോക്കണം തന്നല്ലേ. നോക്കി ഇവിടെ തന്നെ. ഞാൻ സ്റ്റെപ്പിന്റെ ഈ പിടി കൂടെ നടക്കുന്നത്. കുഞ്ഞിപ്പെണ്ണെ അതിന്റെ സ്റ്റാർ നോക്കിയേ. അവൾ മാവിന്റെ ഇലയാ നോക്കുന്നത്. മാവിന്റെ ഇലയല്ല സ്റ്റാർ നോക്ക്. അതാ ഉള്ള ഇലയെല്ലാം പറിച്ച് തിന്നും.
നോക്കിയോ അപ്പോൾ കൂട്ടുകാരെ ഇത്രയാണ് നമ്മളിപ്പോൾ ഒരുക്കിയേക്കുന്നത് കേട്ടോ വീട്ടില്. ഇത്തവണത്തെ ക്രിസ്മസിനാണെങ്കിൽ ചെറുതായിട്ട് ഇപ്പൊ തണുപ്പ് ഇങ്ങനെ മെല്ലെ മെല്ലെ വരുന്നുണ്ട് അല്ലേ. പകലൊക്കെ നല്ല ചൂടാ, പക്ഷെ രാത്രി ആവുമ്പോ ഇവിടെ വയനാട്ടിൽ ഇപ്പോ അങ്ങനെ കേട്ടോ അത്യാവശ്യം തണുപ്പായി വന്നിട്ടുണ്ട്. രാവിലെയൊക്കെ നല്ല തണുപ്പാട്ടോ. രാവിലെ നല്ല തണുപ്പാ. അവിടെ ലൈറ്റ് ഇട്ട് കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. അപ്പ സൈഡ് കാണുന്നുണ്ടോ, അത് ഓഡിറ്റോറിയം ആണ് കേട്ടോ. അത് GM വയനാട് ഓഡിറ്റോറിയം എന്ന് പറഞ്ഞിട്ട് ഓഡിറ്റോറിയം ആട്ടോ. നമ്മുടെ അടുത്തുള്ള ആർക്കെയിലും ഹോം സ്റ്റേയോ അങ്ങനെ നമ്മുടെ കല്യാണമൊക്കെ നടന്ന ഇവിടെ ആയിരുന്നു കേട്ടോ. അതുപോലെ തന്നെ ആർക്കെങ്കിലും ഹോം സ്റ്റേ ഒക്കെ വന്ന് നിൽക്കണമെങ്കിൽ ഇവിടെ സൗകര്യമൊക്കെ ഉണ്ട് കേട്ടോ, ഹോം സ്റ്റേയുടെയും. പിന്നെ അതുപോലെ തന്നെ കല്യാണ പരിപാടി ഫംഗ്ഷൻസ് ഒക്കെ നടക്കുന്ന ഓഡിറ്റോറിയം. അത് ആർക്കെങ്കിലും വേണമെങ്കിൽ GM വയനാട് എന്ന് അടിച്ചു നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ കൂട്ടുകാർ നമ്മുടെ കയ്യിലുള്ള ചെറിയ ചെറിയ സാധനങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട്. നീ ഓർക്കുന്നു, ഞാൻ കഴിഞ്ഞ ക്രിസ്മസ് എനിക്ക് കുഞ്ഞു വാവയുണ്ടായിരുന്നു എന്റെ വയറ്റില്. അയ്യോ, ആ കുഞ്ഞു എളിയിരിക്കുന്നത്. മറ്റേ അവിടെ നിറയെ മഞ്ഞൊക്കെ വീണിട്ട് ഇങ്ങനെ ഇത് കൊണ്ടുപോയില്ലായിരുന്നോ അപ്പൂപ്പനെ ഇരുത്തിയിട്ട് വണ്ടിയിൽ ഇങ്ങനെ മഞ്ഞ് ഇങ്ങനെ വലിച്ചോണ്ടൊക്കെ പോവായിരുന്നു കേട്ടോ. നമ്മള് ഉണ്ടായിരുന്ന സ്ഥലത്ത് അങ്ങനെയായിരുന്നു കേട്ടോ. അവിടെ ഭയങ്കര അടിപൊളിയായിരുന്നു. അവിടെ ക്രിസ്മസ് ഒക്കെ മൊത്തം മഞ്ഞായിട്ട്, മൊത്തം തനി മഞ്ഞായി, മൊത്തം വൈറ്റ് കളറായിരിക്കും മൊത്തത്തില് മഞ്ഞ് കയറിയിട്ട്. അടിപൊളി ഇതായിരുന്നു. അപ്പൊ കൂട്ടുകാരെ ഞങ്ങളുടെ ക്രിസ്മസ് ആഘോഷം ഇവിടെ തുടങ്ങിയിരിക്കുകയാണ്.